എന്തായിരുന്നു പരിപാടി നിങ്ങളുടെ? ഞങ്ങളുടെ നാടൻ പാട്ട് കൈകൊട്ടിക്കളി. കൈകൊട്ടിക്കളിയിൽ ഈ ഒരു കോസ്റ്റ്യൂം അല്ല ഞാൻ കണ്ടിരിക്കുന്നത്. എന്താണ് കോസ്റ്റ്യൂം ഡിഫറെന്റ്? ഇതാ കോസ്റ്റ്യൂം. ഞങ്ങൾ എപ്പോഴും കളർഫുള്ളാണ്. കളറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് എപ്പോഴും കളർഫുള്ളാണ്. അത് ശരി. ഓക്കെ. സെറ്റും കൊണ്ടുവന്നും അല്ല കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾ കളറായിട്ട് 18 വയസ്സായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കളർഫുള്ളായിട്ട് നടക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാലും നമുക്ക് ഇവരുടെ അടിപൊളി പ്രോഗ്രാം കണ്ടേ. അമ്പെടുത്ത് രാമനയണ നേരമതയും ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ. കുഞ്ഞുമകൻ മേഘനാഥനും സോദരനും സർവരും ഇന്ന് തന്നെ വിട്ട് പോയതല്ലോ കാലപുരി തന്നിൽ. പശ്ചാത്താപം നിറയണ് രാമന്റെ ശരമുനയാൽ മോക്ഷത്തിൻ പടികടക്കാൻ മോഹമുദിച്ചല്ലോ. കാത്തരുളൂ ശ്രീരാമ വരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ. കാത്തരുളൂ ശ്രീരാമ വരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ. ശിരസയ്യ ദശമുഖനോ മോക്ഷത്തിൻ ഒരു പടി കടന്നയ്യ. കൊയ്തെടുത്തു ശ്രീരാമൻ രണ്ടാം ശിരസയ്യ ദശമുഖനോ മോക്ഷത്തിൻ ഇരുപടി കടന്നയ്യ. ആഞ്ജനേയ സ്വാമി അരികത്ത് രാമരാമേതി ജപിച്ചങ്ങു നിന്നു. ലക്ഷ്മണന്റെ ഉള്ളിനകത്തൊരു പുത്തിരി കത്തി വിരിഞ്ഞങ്ങു നിന്നു. ശ്രീരാമ വരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ. എങ്ങനെയായിരുന്നു പ്രോഗ്രാം? അടിപൊളിയായിരുന്നു. താങ്കളെന്താ പെർഫോം ചെയ്യായിരുന്നു? പരിപാടിയൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നല്ലേ? ഇല്ല, ഞാൻ ബാക്ക് സ്റ്റേജ് വോളണ്ടിയറാ. എല്ലാവരും അവർക്ക് എന്തോ ആവശ്യം വെച്ചാൽ അതെല്ലാവർക്കും അതെ അവരെല്ലാവരും നല്ല പ്രാക്ടീസ് ഒക്കെ ചെയ്ത് എല്ലാം പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അവരുടെ ഹോബിയും അവരുടെ ഇൻട്രസ്റ്റൊക്കെ അവർ നന്നായിട്ട് സ്റ്റേജിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ കൾച്ചറൊക്കെ നന്നായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായി. സ്റ്റേജിൽ അവർ കളിക്കുന്നെങ്കിലും അതിന് പുറകിൽ ഒരാളെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ആളാണ് അല്ലേ? അങ്ങനെ വളണ്ടിയർ ആണ്. അതെ അതെ. ശൃംഗാരക്കാർ വർണ്ണനണിഞ്ഞൊരുങ്ങി കൃഷ്ണ 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 മന്ദാരപ്പൂമണം നിറഞ്ഞു കൃഷ്ണ 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 കൃഷ്ണ. പ്രകൃതിയും ഒടുത്തൊരുങ്ങി വികൃതികൾ അവൻ തുടങ്ങി. യമുനയാകവെ കുളിരണിഞ്ഞിതാ മദന കൃഷ്ണനെ കാത്തിരുന്നിതാ രാസകേളിയായേ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. പല പ്രായത്തിലും പഠിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേറെ ആയിരിക്കും അല്ലേ? ചെറിയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കും. കുറച്ച് വലുതാകുമ്പോൾ നമുക്ക് കുറച്ച് മറവിയോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് ജനറേഷനിലുള്ള ഈ ഒരു ഗ്രൂപ്പിന് അവർ ഈ കൊറിയോഗ്രാഫി പഠിച്ചെടുക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് ചോദിക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻസ്? നല്ല പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് വലിയ സമയം കിട്ടിയില്ല. പക്ഷേ എന്നാലും എല്ലാ ഏജിലേ ഉണ്ട് ഓരോ ബാരിയേഴ്സ്, ഓരോ സ്റ്റെപ്സ് വരുമ്പോഴും. പക്ഷേ എല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാ സ്റ്റെപ്സും പഠിച്ചെടുത്തു. ഇന്ന് പെർഫോമൻസും ഞങ്ങളുടെ എൻഡിൽ നിന്ന് നല്ല ചെയ്തത് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, വെരി നൈസ്. சின்ன கண்ணன் என்ன செய்தான் தெரியுமா? அவன் செய்த லீலை சொல்லில் அடக்க முடியுமா? புரியுமா? சின்ன கண்ணன் என்ன செய்தான் தெரியுமா? കാത്തു നിൽക്കാതെ എവിടെ പോയടി കണ്ണൻ? നമ്മളിവിടെ പല പല തരത്തിലുള്ള പെർഫോമൻസസ് കണ്ടു അല്ലേ? പക്ഷേ പ്രായപരിധി ഇല്ലാത്ത 2 ജനറേഷൻസിന്റെ കൂട്ടായ്മയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു പെർഫോമൻസിനുള്ള ഒരു പ്രിപ്പറേഷൻ? ആദ്യമേ പറയുകയാണെങ്കിൽ ഡാൻസിനോടുള്ള ഇഷ്ടം തന്നെ. അതിന് പ്രായമൊന്നും നോക്കിയില്ല, അങ്ങനെ അങ്ങ് ചെയ്തു. അപ്പോൾ കുട്ടികളും കൂടെ കൂടി നല്ലൊരു തീം എടുത്തു.
ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ. പൊതുവെ പറയുന്നതെന്ന് വെച്ചാൽ ഉപ്പില്ലാത്ത കഞ്ഞിയില്ല, പിന്നെ ചുക്കില്ലാത്ത കഷായമില്ല എന്നതുപോലെയാണ് നന്ദുവിന്റെ കാര്യം. ഇന്ന് വിഷു സദ്യ കഴിച്ചവരെല്ലാരും ആ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ആദ്യം കാര്യം? അടിപൊളി ഫുഡായിരുന്നു. നന്ദു എത്ര നാളായി ഈ പരിപാടി കൊണ്ട്? 35 years. വക്കീലാണല്ലേ? അതെ അതെ അതെ. വാദിക്കാൻ പോയിട്ട് അവസാനം അവിടുന്ന് ഫുഡ് അടിച്ച് തിരിച്ച് പുള്ളി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അച്ഛൻ MH കുക്കായിരുന്നു. എനിക്കൊരു ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ചെയ്യുന്ന കല്യാണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3rd ജനറേഷനാണ്. എൻ്റെ അച്ഛൻ ചെയ്തു അമ്മയുടെ കല്യാണം. അത് കഴിഞ്ഞിട്ട് അമ്മയുടെയും മകളുണ്ടായി. ആ മകളുടെ കല്യാണം ഞാനും അച്ഛനും കൂടി ചെയ്തു. ആ മകളുടെ കല്യാണം അത് ഞാനാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്, എൻ്റെ മകൻ ഇതേ പ്രൊഫഷണൽ തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാലും നമുക്കിനി വീണ്ടും പോയി സദ്യ കഴിക്കാം. എന്റെ സദ്യ ഒന്ന് മാറ്റി വെച്ചാണ്, ഇതുവരെയും കഴിച്ചില്ല, വിശക്കുന്നുണ്ട്. സാറില്ല, ഞങ്ങളപ്പോ കൂടെ ജെപിക്ക് ഒന്നും കൂടെ കൂട്ടുതരാം, അത് കുഴപ്പമില്ല. വേണ്ട, വന്നവർക്ക് വീണ്ടും കേട്ടരുത് അല്ലേ? എവിടെ ആള് ചിരിക്കുന്നുണ്ട്? അങ്ങനൊന്നുമില്ല. താല്പര്യമുണ്ട് കഴിക്കാനല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? പ്രോഗ്രാം അടിപൊളിയാണ്. എല്ലാവരുടെയും ആദ്യത്തുണ്ട് 9 കരയോഗങ്ങളും 9 കരയോഗങ്ങളുടെയും ഇത് കൂട്ടായ്മയുടെ ഒരു ആദ്യമായിട്ട് നടത്തുന്ന പ്രോഗ്രാം. ഇതുപോലത്തെ ഇതിനു മുമ്പ് 2 പ്രോഗ്രാം നടന്നിരുന്നു. അന്ന് ഒരു പ്രാവശ്യം ശ്രീ ബാലകൃഷ്ണപിള്ള അദ്ദേഹം വന്നിരുന്നു, ടിമ്മി ടോമിയുടെ ഗാനമേള ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അതിനും വ്യത്യസ്തമായിട്ട് അന്ന് 6 കരയോഗങ്ങളല്ലായിരുന്നു, പിന്നെ 7ആയി 8ആയി, ഇപ്പോൾ 9 കരയോഗങ്ങളുണ്ട്. അവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് ഒരു കൂട്ടായ്മയായിട്ട് ആദ്യമായിട്ടാണ് വിഷുവിനൊരു പ്രോഗ്രാം നടത്തുന്നത്. അങ്ങനെ ഇന്നത്തെ സമയം ഏകദേശം കഴിയാറായി. ഇന്ന് നമ്മുടെ ഒപ്പം യൂത്ത് ഇവരാണ് ഭയങ്കര അടിച്ചുപൊളി പാടുന്നത്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? നമ്മൾ പൂരപ്പാട്ടാണ്. പൂരപ്പാട്ടെന്ന് പറഞ്ഞാൽ ആ പാട്ട് ഇവിടെ നടക്കില്ല. ആ പൂരത്തിന് പോയി നമുക്ക് പാടാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ മോത്തം പാടിയതും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? അടിച്ചു പൊളിച്ച് നമുക്ക് ഇരിക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. फिर मिलेंगे हम. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, ഹലോ മുംബൈ നിങ്ങൾക്കായി സമർപ്പിച്ചത് അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ, പവേഡ് ബൈ ഏഗോൺ ഷിപ്പിംഗ്.